100ഓളം കുട്ടികൾ പങ്കെടുത്ത ഫ്ലാഷ് മോബും സ്കേറ്റിംഗും ശ്രദ്ധേയമായി. കലോത്സവ വേദികളിൽ കുടിവെള്ളം പകർന്നു നൽകാൻ പ്ലാസ്റ്റിക് കുപ്പികൾക്കും ക്ലാസുകൾക്കും പകരം ഇനി മൺകൂജകളും ക്ലാസുകളും മാത്രമെന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടികൾ അരങ്ങേറിയത്. കലോത്സവ വേദികളിൽ കുടിവെള്ളം പകർന്നു നൽകാൻ പ്ലാസ്റ്റിക് കുപ്പികൾക്കും ക്ലാസുകൾക്കും പകരം ഇനി മൺകൂജകളും ക്ലാസുകളും മാത്രമെന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടികൾ അരങ്ങേറിയത്. പരിസ്ഥിതി സംരക്ഷണത്തിന് പുറമെ ആരോഗ്യ ബോധവൽക്കരണം കൂടി ലക്ഷ്യം വെച്ചാണ് തണ്ണീർ കൂജ എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുന്നതെന്ന് വെൽഫെയർ കമ്മിറ്റി പറയുന്നു. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ആവശ്യമായ മൺപാത്രങ്ങൾ പാലക്കാട് പെരിങ്ങാട്ടുകുരിശിയിലുള്ള 40 മൺപാത്ര നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നുമാണ് എത്തിച്ചത്. 500ഓളം മൺകൂജകളും 250ഓളം മൺജഗ്ഗുകളും 31 ക്ലാസുകളുമാണ് കലോത്സവ വേദിയിൽ എത്തിച്ചിരിക്കുന്നത്. നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നും നേരിട്ട് മൺപാത്രങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് മൺപാത്രങ്ങൾക്ക് ഓർഡർ നൽകിയത്. വെൽഫെയർ കമ്മിറ്റി ഭാരവാഹികളായ നൌഷാദ്, എം അഭിലാഷ്, എം ബി ഷാക്കിർ റഫീഖ് എന്നിവർ ചേർന്നാണ് മൺപാത്രങ്ങൾ ഏറ്റുവാങ്ങിയത്. 100ഓളം കുട്ടികളാണ് ഫ്ലാഷ് മോബിലും സ്കേറ്റിംഗ് അടുത്ത 4-5 ദിവസക്കാലം കൊല്ലം ജില്ലയിലെ ആർക്കും തന്നെ ഉറക്കമില്ലാത്ത രാത്രികളായി മാറുന്ന തരത്തിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആശ്രമം ബൈധാനിയിൽ നിന്നും ആരംഭിച്ച് ബീച്ചിൽ അവസാനിക്കുന്ന ഈ വിളപരിപാടി